സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ശ്രീ ആർ എസ് ശശികുമാർ നോക്കും. ശ്രീ ആർ എസ് ശശികുമാർ, സർവകലാശാലയുടെ സ്വയം ഭരണാവകാശത്തെ തകർക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയം കളിക്കുന്നു ഗവർണർ, അതിന് കൂട്ടുനിൽക്കുന്നു VC. ഈ സസ്പെൻഷൻ ഈ സന്ദേശമാണ് നൽകുന്നത് എന്ന് പറയുന്നത് അതിലിടതും UDF-ഉം LDF-ന്റെയും പ്രതിനിധികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സർവകലാശാലയിൽ രാഷ്ട്രീയം നടക്കുന്നുണ്ട്. വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ്. CPM നടത്തുന്ന രാഷ്ട്രീയം തന്നെയാണ്. അത് മറുഭാഗത്ത് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ സർവകലാശാല ഇപ്പോൾ രാഷ്ട്രീയത്തിന് പൂർണ്ണമായും വഴിപ്പെട്ടിരിക്കുന്നുള്ള സത്യമാണ്. ഇപ്പോഴെന്തായാലും ഭാരതാംബയുടെ ചിത്രം ഗവർണറുടെ അവിടെ പ്രദർശിപ്പിച്ചതും നമ്മുടെ മന്ത്രി ഉൾപ്പെടെ ബഹിഷ്കരിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന അവസരമാണ്. ആ അവസരത്തിലാണ് ഇപ്പോൾ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത്. അപ്പൊ ആ ചിത്രം വെച്ച് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ തർക്കമാണ് വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ നടക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ ഉള്ള ഒരു സമിതിക്ക് ഹാൾ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഹാൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാളിൽ എന്ത് ചിത്രം വയ്ക്കണോ തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും അവർക്ക്. ഞാൻ സംസാരിക്കുന്നത് സാങ്കേതികമായിട്ടാണ്. യൂണിവേഴ്സിറ്റിയുടെ ചട്ടത്തിൽ പറയുന്നത് മതപരമായ ആവശ്യങ്ങൾക്കോ അതേപോലെ തന്നെ മതപരമായ പ്രസംഗങ്ങൾ നടത്തുന്നതിനോ ഉള്ള വിലക്കുണ്ടെന്ന് മാത്രമേ ആ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചിത്രങ്ങൾ വയ്ക്കുന്നതിനെ കുറിച്ച് അവിടെ വ്യവസ്ഥ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ രജിസ്ട്രാർ ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന രീതിയിൽ വൈസ് ചാൻസലറുടെ അഡ്വൈസ് തേടുകയായിരുന്നു വേണ്ടത്. അതിനു പകരം ഗവർണർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അവിടെ ഹാള് കൊടുത്തതിന് ശേഷം രജിസ്ട്രാർ VC അവിടെ എത്തുമ്പോഴത്തേക്കും, ഗവർണർ അവിടെ എത്തുമ്പോഴേക്കും ഇത് റദ്ദാക്കുന്ന നടപടി എടുക്കുന്നതിന് മുമ്പ് വൈസ് ചാൻസലറുടെ അനുമതി തേടേണ്ട ഒരു ബാധ്യത രജിസ്ട്രാർക്കുണ്ടായിരുന്നു. എങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു. ഇത്തരത്തിൽ ഇഷ്യൂ വഷളാവില്ലായിരുന്നു. തീർച്ചയായിട്ടും സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ്. അപ്പോൾ ഞാൻ രജിസ്ട്രാർ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് ഹെഡ് അപ്പോൾ എന്തോ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നാൻ കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെ SFIയുടെയും CPM-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രഷർ ചെയ്തപ്പോൾ അദ്ദേഹം ആ നിയമം നോക്കാൻ മറന്നുപോയി. അപ്പം നിയമപരമായിട്ട് നോക്കുമ്പോഴേക്കും അവിടെ വ്യവസ്ഥയ്ക്കകത്തത് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഭാരതാംബയുടെ ചിത്രം വച്ചത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. ആ വിഷയമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നടക്കുമ്പോൾ രാഷ്ട്രീയ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇതിനകത്ത് വൈസ് ചാൻസലറുടെ അനുമതി തരണമായിരുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ചാൻസലർ പങ്കെടുക്കുന്ന യോഗത്തിൽ ആ സമയത്ത് ഈ മീറ്റിംഗ് റദ്ദാക്കാനായിട്ട് രജിസ്ട്രാർ തീരുമാനിക്കും. കുറച്ചുകൂടി അദ്ദേഹം ചിന്തനം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ മറ്റൊന്ന്, ജ്യോതികുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അധ്യാപകരുടെയും അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് സിൻഡിക്കേറ്റിന് മാത്രമാണ്, അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ ഒരാളെ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക നിയമം അനുസരിച്ച് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് സെഷനിലല്ലായിരിക്കുമ്പോൾ VCക്ക് ആ പവർ എക്സസൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന രീതിയിൽ തീർച്ചയായിട്ടും വൈസ് ചാൻസലർ ഗവർണർക്ക് അനാദരവ് കാട്ടിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകുമായിരിക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സർവകലാശാലയിൽ ഉണ്ടാകുന്നത് അനാരോഗ്യകരമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടും യോജിച്ചതല്ല. ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും CPM ഇന്നലെ വരെ കാണിച്ചുകൊണ്ടിരുന്നത് അവർ കാണിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു നടക്കുന്നുണ്ട്. അത് തിരിച്ചുകൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കരുഷന്മാവും. മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ ഭരണം വരുമ്പോൾ CPM-ന് സ്വതന്ത്രമായി സർവകലാശാല വിട്ടുകൊടുത്തിരുന്നു. ഇന്നിപ്പം CPM-ന്റെ മറ്റൊരു ഭാഗമാണ് BJP RSS-ഉം. അവർ തിരിച്ചു പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ ആയിട്ടുള്ള സംഘർഷം സർവകലാശാല ഉണ്ടാവും. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരിക്കലും ഗുണകരമല്ല. എന്തായാലും സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഈ വിഷയത്തിൽ ഗവർണർക്കൊപ്പം നിൽക്കുന്നില്ല. ഞാൻ ഗവർണർക്കൊപ്പം പോലെ യൂണിവേഴ്സിറ്റിക്കൊപ്പം പോലെ യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. അതിന് നിഷ്പക്ഷമായിട്ട് താൻ ഗവർണർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവർണറോട് നിൽക്കും. പക്ഷേ ഇതിനുള്ള തുടക്കം കുറിച്ചതും ഇതിനെ ഇത്രയും ഇവിടെ പൊളിറ്റിക്കലൈസ് ചെയ്ത് വഷളാക്കിയത് CPM ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ യാതൊരു മടിയുമില്ല. ഒരു വലിയ പ്രതിഷേധത്തിലൊക്കെ ഇത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ അത് സർവകലാശാലയെ ബാധിച്ചേക്കാം. ആ ഒരു പ്രതിഷേധം മുഖം തുറക്കുകയാണെങ്കിൽ അങ്ങനെ കൂടി കരുതുന്നുണ്ടോ സേവ് യൂണിവേഴ്സിറ്റി ഫോറം? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളരെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ഒരു വെടിനിർത്തലാണ് ആവശ്യം. വെടിനിർത്തുന്നതിന് വേണ്ടി CPM തന്നെ ആദ്യം തയ്യാറാവണം.
അതോടൊപ്പം തന്നെ ഗവർണർ തയ്യാറായി കഴിഞ്ഞാൽ സർവകലാശാല മുൻപ് UDF-ന്റെ ഭരണകാലത്തൊക്കെ സർവകലാശാല എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിനെ തിരിച്ചെത്തിക്കാൻ കഴിയും. അതിന് ആദ്യം മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവർ ഗവർണറുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ ഞങ്ങൾ പൊളിറ്റിക്കലൈസ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾ പൊളിറ്റിക്കലൈസ് എന്ന് പറയാനുള്ള ബാധ്യത ഗവർണർക്കോ അത് ഗവർണറെ നയിക്കുന്ന പാർട്ടിക്കോ ഉണ്ടെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ശ്രീ ആർ ശശികുമാർ, ഈ ഭാരതാംബ വിഷയം എന്ന് പറയുന്നത് സർവകലാശാല മാത്രം നിന്ന കാര്യമല്ല. അത് പുറത്തേക്ക് വരികയും അത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവരൊക്കെ ഈ വിഷയത്തിനകത്തൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇതിനകത്തുണ്ടാകുന്നുണ്ട്. അത് മാറ്റി നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു വിഷയത്തിനകത്ത് മാറി നിൽക്കാൻ സേവ യൂണിവേഴ്സിറ്റി ഫോറത്തിന് കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും പ്രത്യേക പ്രതിഷേധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടുന്ന കൂട്ടത്തിലല്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾ CPM-ആയിട്ടോ BJP-ആയിട്ടോ ആരുമായിട്ട് യോജിച്ച് നിൽക്കുന്ന കൂട്ടത്തിലല്ല. ഞങ്ങൾ അത് രാഷ്ട്രീയമാണ്. ഇത് പൂർണ്ണമായി ഇപ്പം ഭാരതാംബ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. അതിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ ആളല്ല, ഞങ്ങൾ പറയുകയുമില്ല. സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത് കടുത്ത നിയമലംഘനമാണ്, അല്ലെങ്കിൽ അത് സർവകലാശാലയുടെ സ്വയം ഭരണാവകാശത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്, രാഷ്ട്രീയം കളിക്കലാണ് എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയായിരുന്നു.